بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യ മുഹറമിൻ്റെ 10ാമത്തെ ദിവസം കാത്തിരിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ, ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിവസം. അതേക്കുറിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ ധാരാളം പ്രഭാഷണങ്ങളും വഅളുകളൊക്കെ കേട്ടിട്ടുണ്ട്. മുഹറം 10 ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അത്ഭുതങ്ങളൊക്കെ വെറുതെ പറഞ്ഞു പോവൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രധാന കാര്യങ്ങൾക്ക് മുഹറമിനെ മാറ്റിവെക്കുന്ന അവസ്ഥ, മുഹറം കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയും കാണാറുണ്ട്. മുഹറമാവാൻ കൊതിച്ച്, മുഹറമിൽ നടത്താൻ ആഗ്രഹിച്ച് പൂർവീകർ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. സയ്യിദുൽ ബക്രി ആയനത്തിൽ കുറിക്കുന്ന സുദീർഘമായ സംഭവങ്ങൾ, മുഹറം 10 സംഭവിച്ചു ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ. എന്തിനേറെ, ഈ ഭൂമിയിൽ ആദ്യമായി ഒരു മഴ പെയ്തിറങ്ങിയത് മുഹറം 10 സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ ജനിച്ചത് മഹാന്മാരൊക്കെ ജനിച്ചത് മുഹറം 10 ലോകാവസാനം മുഹറം 10 യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് മുഹറം 10 അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മുഹറം 10 ഇസ്രായേലി സമൂഹത്തെ രക്ഷപ്പെടുത്തി ഫറോവയെ മുക്കിക്കൊന്നത് മുഹറം 10 ജുദീയ പർവ്വതത്തിന്റെ മുകളിൽ നൂഹ് നബിയുടെ കപ്പല് നങ്കൂരമിട്ടത് മുഹറം 10 അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. മുഹറം 10 പകലിൽ യതീമിന് എന്തെങ്കിലും ഒരു വിഭവം കൊടുക്കല് പുണ്യമാണ്. പ്രത്യേകിച്ച് യതീമായ ഒരു കൊച്ചിനെ, യതീമായ ഒരു കുഞ്ഞു മോനെ മോളെ അവരുടെ ശിരസിലൂടെ കൈവച്ച് ഇങ്ങനെ തലോടിയാൽ തന്നെ എത്ര കൂലിയാ കിട്ടാന്നറിയോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹറം 10 പകല് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി പറയാം, യുദ്ധം ഹറാമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള 4 മാസങ്ങളുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. ആ 4 മാസം നോമ്പെടുക്കാൻ പ്രത്യേകം സുന്നത്തുള്ള മാസമാണ്. അതിനു പുറമെ അള്ളാഹു റമദാൻ കഴിഞ്ഞാൽ തന്റെ അടിമ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചു എന്ന് പുണ്യനബി പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം അത് മുഹറമാണ്. മുഹറമിന്റെ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കാൻ ഹബീബിന്റെ നിർദ്ദേശം ഉള്ളതായി മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പല ഹദീസുകൾ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. മഹാനായ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം പറഞ്ഞതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലോ മറ്റോ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മുഹറം 10 കാത്തിരിക്കുക സത്യവിശ്വാസി. അന്നത്തെ ദിവസത്തിന്റെ നോമ്പിന് വലിയ പ്രതിഫലം. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹു പൊറുക്ക ഒരു നോമ്പ് കൊണ്ട്. 365 ദിവസമാ അല്ലെങ്കിൽ 360 ദിവസമാ ഒരു വർഷമെന്ന് കണക്കാക്കപ്പെടുന്നത് എങ്കിൽ ഒരു സത്യവിശ്വാസി അത്രയും ദിവസം അള്ളാഹുവോട് എനിക്ക് പുറത്തു തരണേ എന്ന് ദുആ ചെയ്ത് ഓരോ ദിവസത്തെയും അള്ളാഹു പുറത്തു കൊടുത്താൽ എത്രയാ പൊറുക്കാനുള്ളത്? അത്രയും പൊറുക്കാൻ ഒരൊറ്റ നോമ്പ് കൊണ്ട് സാധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നോമ്പാണ് മുഹറം 10 നോമ്പ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 ഒരു പ്രധാന അമലാണ് കുടുംബക്കാർക്ക് വിശാലത ചെയ്യുക. സ്നേഹം കൊണ്ടും പുഞ്ചിരി കൊണ്ടും
അവരുടെ മുന്നിൽ സമയം ചെലവ് ചെയ്തുകൊണ്ടും അവരെ സഹായിച്ചുകൊണ്ടും അവരുടെ കൂടെ ഇരുന്നു കൊണ്ടും അവർക്ക് വേണ്ട ഭക്ഷണം ഇതെല്ലാം ചെയ്തു കൊടുത്ത് അടുക്കളയിൽ സഹായിച്ചാവാം, അല്ലാതെയാവാം. കുടുംബക്കാർക്ക് സന്തോഷം വിശാലമാക്കി കൊടുക്കാൻ മുഹറം 10 ഒരു പ്രത്യേക സുന്നത്തുണ്ട്. അങ്ങനെ മുഹറം 10 നമ്മുടെ കാരണവന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുള്ള വീട്ടിലേക്ക് ഒരു ഇറച്ചി വാങ്ങി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു സൽക്കാരം, അത് നോമ്പ് തുറ മുഹറം 9 നോമ്പ് തുറ സംഭവിക്കുന്ന മുഹറം 10 മഗ്രിബ് കഴിഞ്ഞാൽ മുഹറം 10 പിറക്കുമല്ലോ. അങ്ങനെ മുഹറം 9 നോമ്പ് തുറ നടത്തിയും ഒക്കെ നമുക്ക് മുഹറമിൽ പുണ്യം ചെയ്യാം. ഒന്നുകൂടി പറയട്ടെ, നമുക്ക് മുഹറം 9 നോമ്പ് സുന്നത്തുള്ള പോലെ തന്നെ മുഹറം 10 നോമ്പ് സുന്നത്തുള്ള പോലെ തന്നെ മുഹറം 11 നോമ്പ് സുന്നത്തുണ്ട്. മുഹറം 9 നോമ്പ് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പകരമായി 11 പിടിക്കാമെന്ന് പറയുന്നുണ്ട് മഹാന്മാരായ ഫുഖഹാ. മുഹറം 11 പിടിച്ചാലും 9 പിടിക്കാവുന്നതാണ്. 9, 10, 11 നമുക്ക് ഒരുപോലെ സുന്നത്തായിട്ടുള്ള അമലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സംഭവങ്ങൾ. മുഹറം 10 മുഹറമിന്റെ ശ്രേഷ്ഠത തീർന്നു എന്ന് വിചാരിക്കണ്ട. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി പ്രഖ്യാപനം നടത്തിയത് ഒരു മുഹറം 16 അബ്രഹത്തിന്റെ ആനപ്പടയെ അബാബീൽ എന്ന പക്ഷിയെ കൊണ്ട് അള്ളാഹു തുരത്തി ഓടിച്ചത് മുഹറം 17 ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എന്തിനേറെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുത സൃഷ്ടികളായ പർവ്വതങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മുഹറം 10 ലോകം അവസാനിക്കുന്ന മുഹറം 10 അള്ളാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. ഒരുപാട് കാര്യങ്ങൾ. മഹാനായ ഇമാം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ളവർ അവരുടെ ഗുനിയലും പിന്നെ ധാരാളം മുഫസ്സിരീങ്ങളും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. മുഹറം 10 റബ്ബ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. പർവ്വതങ്ങളൊരു അത്ഭുത. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അടുത്ത ദിവസം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ, എവറസ്റ്റ് കയറാൻ പരിശീലിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു, സംസാരിച്ചു. അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രകളൊക്കെ നമ്മെ ആഴക്കടലിലേക്ക് പോകുന്ന പോലെ പേടിപ്പെടുത്തുന്നതാണ്. പർവ്വതങ്ങളുടെ ഇടയിൽ UAE റാസൽ ഖൈമയുടെയും അതുപോലെ തന്നെ മസ്കറ്റ് ഒമാനിന്റെയും അതിര് പങ്കിടുന്ന ജബൽ ജയ്ഷ് എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രപരമായ ചർച്ചകൾ നടന്നിട്ടുള്ള, ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോയിന്റായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ പർവ്വത കൂമ്പാരമുണ്ട്. അതിലൂടെ യാത്ര ചെയ്യാൻ ഉള്ളവന് സാധിച്ചു. അടുത്ത ദിവസം അതിലിങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മളിങ്ങനെ അള്ളാഹുവിനെ ഓർമ്മ വരും. ആകാശവും പർവ്വതവും അല്ലാതെ വേറൊന്നും കാണാനില്ല. അങ്ങനത്തെ പർവ്വത നിരകൾ നമ്മെ അത്ഭുതപ്പെടുത്താണ്. പർവ്വതങ്ങളെ എങ്ങനെയാ, എത്ര ബലത്തിലാണ്. നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ ഭീതിജനകമായ ഒരു ചുറ്റുപാട് ഡാമുകള് പഴയതാണ് എന്ന് പറയുന്ന ഒരു വാർത്തകളാണ്. ഈ ഡാമുകളൊക്കെ സ്ഥാപിക്കുന്നത് പർവ്വതത്തിന്റെ ഇടയിലാണ്. ഒരു പർവ്വതത്തിന് അത്രയും ബലം. ഒരു പർവ്വതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പർവ്വത കൂമ്പാരങ്ങളെ കണ്ടാൽ, പർവ്വതങ്ങൾ മാത്രമുള്ള ഏരിയകളിലേക്ക് യാത്രകൾ പോയാൽ നമ്മൾ പേടിക്കും. അത്രയും വലിയ അത്ഭുതങ്ങളാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ ഭൂമിയിൽ ഒരുപാട് ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അങ്ങനെയാ, ഭൂമിയിലേക്ക് എറിയ, എറിയ, അതായത് തറച്ച് കയറാൻ വേണ്ടി എറിയുന്ന എറിയലുണ്ട്, കത്തി എറിയലുണ്ട് അല്ലെ. കത്തി എറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ അത് എറിയല്, ആ ഇടല്, ഇട്ടുകൊടുക്കൽ, എറിയില്ല. അതിനെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അൽഖായുൽഖി. അങ്ങനെ എറിഞ്ഞ് തുളഞ്ഞു കയറുന്ന രീതിയിലേക്ക് ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിക്കപ്പെട്ടതെന്നാണ്. وَأَلْقَى فِي الْأَرْضِ رَوَاسِيَ أَن تَمِيدَ بِكُمْ وَأَنْهَارًا وَسُبُلًا لَعَلَّكُمْ تَهْتَدُونَ. സൂറത്തുൻ നഹ്ൽ. ഭൂമിയിൽ അല്ലാഹു തറച്ചു വെച്ചിരിക്കുക, എറിഞ്ഞ് തറച്ചു വെച്ചിരിക്കുക പർവ്വതങ്ങൾ. അങ്ങനെയാ. എന്തിനാ ഭൂമിയിൽ പർവ്വതം? ഭൂമിയെ പടച്ചപ്പോ ഭൂമി ആടി, അന്തമീതബിക്കും, പർവ്വതമില്ലെങ്കിൽ ഭൂമി ആടി ഉലയുമെന്ന് ഖുർആൻ. ഭൂകമ്പങ്ങളുടെ കാരണങ്ങളെ പഠിച്ചോടുത്ത് ജോഗ്രഫി പറഞ്ഞത്
പർവ്വതങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു, മനുഷ്യൻ മണ്ണ് ചുരണ്ടിയെടുക്കുന്നു. അതിന്റെ പേരിലാ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നത്. മഹാനായ അബൂ ജഅഫർ തിബ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ തിബ്രിയിൽ പറയുന്നുണ്ട്, ഭൂമി ആടി ഉലയാതിരിക്കാൻ വേണ്ടി. ഭൂമി അങ്ങനെ ആടി ഉലയും. മനുഷ്യന് നിൽക്കാൻ കഴിയില്ല, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഭൂമി കുലുങ്ങിയ. അത്രത്തോളം ആടി ഉലഞ്ഞിരുന്നു മുമ്പ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഭൂമി. وذلك أنه جل ثناؤه أرسى الأرض بالجبال لئلا يميد خلقه الذي على ظهرها. ഒരു പാത്രത്തിൽ കൈവിറക്കുന്ന ആളുടെ കയ്യിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിൽ കുറച്ച് നാരങ്ങ വെച്ചാൽ നാരങ്ങ ആ കൈ വിറയ്ക്കുമ്പോൾ, പ്ലേറ്റ് കിടന്ന് വിറയ്ക്കുമ്പോൾ നാരങ്ങ ഓടിക്കളിക്കും പോലെ ഭൂമിയിലെ സർവ്വ സൃഷ്ടികളും ഓടിക്കളിക്കും. അത്രയും വിറയ്ക്കും ഭൂമി. അങ്ങനെ വിറച്ചിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ വിറച്ചിരുന്ന ഒരു ചുറ്റുപാട്. ബൽ വഖദ് കാനത് മാഇദതൻ ഖബ്ല അൻ തുർസാ ബിഹാ. മഹാനായ ഇമാം തിബ്രി വളരെ മനോഹരമായി തന്നെ പറയുന്നുണ്ട്. ഒരു ഹദീസ് പറഞ്ഞു, മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞതായി, ഈ ഭൂമി പടച്ച ആ സമയത്ത് ഭൂമി ഇങ്ങനെ കിടന്ന ആടി ഉലയാൻ തുടങ്ങി. ആ സമയത്ത് മലക്കുകൾ ഇങ്ങനെ ചോദിച്ചു, മാ ഹാദിഹി ബിമുഖറ അലാ ലഖ്രിഹാ അഹദ. ഈ ഭൂമി ഇങ്ങനെ ആടി ഉലഞ്ഞ അതിന്റെ മുകളിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂലല്ലോ, ഒരാൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എങ്ങനെ ഇപ്പൊ ഈ ഭൂമിയിലേക്ക് അള്ളാഹു സൃഷ്ടികളെ പറഞ്ഞയക്ക? ഭൂമിയെ പടച്ചു കഴിഞ്ഞപ്പോ ഭൂമി കിടന്നിങ്ങനെ ആടി ഉലഞ്ഞു. പിന്നീട് ആ ഭൂമിയിലേക്ക് പർവ്വതം വന്നത്. പിറ്റേ ദിവസം സുബഹിക്ക് വഖദ് ഖുലിഖത്തുൽ ജിബാൽ, ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടായതാ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യകരമായ പർവ്വതങ്ങൾ മുഴുവൻ. പിറ്റേ സുബഹിക്ക് മലക്കുകൾ കണ്ടു നോക്കിയപ്പോൾ ഫലം തദിരിൽ മലായികതു മിമ്മ ഖുലിഖത്തുൽ ജിബാൽ. എങ്ങനെയാ പർവ്വതം വന്നെന്നറിയില്ല. നേരം വെളുത്തപ്പോ ആകെ പർവ്വതങ്ങൾ. മലക്കുകൾ അത്ഭുതപ്പെട്ടു, എവിടുന്നായി പർവ്വതം ഉണ്ടായെന്ന്. ഇപ്പൊ ഭൂമി ശാന്തമാ. ഈ പർവ്വതങ്ങളെ പടച്ചത് മുഹറം 10 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല. പർവ്വതങ്ങളെ പടച്ചത് മുഹറം 10. അല്ലാഹുവിന്റെ അർശിനെ പടച്ചത് മുഹറം 10. അല്ലാഹുവിന്റെ കുർസിയെ പടച്ചത് മുഹറം 10. എന്താ അർശ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദ. ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ കാണാം, മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം അല്ലാഹുവോട് അവന്റെ അർശ് കാണാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നുണ്ടത്രേ. 30,000 കൊല്ലത്തോളം നീണ്ടു നിവർന്ന ചിറക് അടിച്ചുകൊണ്ട് മഹാനായ മലക്ക് പറന്നിട്ട് അള്ളാഹുവിന്റെ അർശിന്റെ ഓരോരത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ചില തൂണുകളല്ലാതെ മറ്റൊന്നും പറന്ന് അതിനെ വലയം ചെയ്യാൻ കഴിഞ്ഞതേയില്ല. മലക്ക് മടങ്ങി വന്ന അത്രയും വലിയ അർശ്, അത്രയും വലിയ അർശ്. അള്ളാഹുവിന്റെ അർശിനെ പടയ്ക്കാൻ മുഹറം 10, അള്ളാഹുവിന്റെ കുർസിയെ പടയ്ക്കാൻ മുഹറം 10. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുർസിയെ കുറിച്ചൊന്ന് പറഞ്ഞു പോയിരുന്നു. അള്ളാഹുവിന്റെ കുർസിന്റെ പ്രതിപാദ്യമുള്ള ഖുർആനിന്റെ പരിശുദ്ധമായ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി എന്താ അതിൽ പറയുന്നത്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അൽ ബഖറയുടെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. 7 ആകാശങ്ങളെയും ഇങ്ങനെ നിരത്തിവെച്ചു, ഭൂമിയെയും നിരത്തിവെച്ചു ഒരു പ്രതലത്തിൽ. എന്നാൽ എത്ര വിശാലതയുണ്ടോ അതിലും വിശാലതയാണ് അള്ളാഹുവിന്റെ കുർസിയുടെ വലിപ്പമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ കുർസിയെ അള്ളാഹു പടച്ചത് മുഹറം 10. ഒരു കുർസിയുടെ വലിപ്പമായി പറഞ്ഞത്, കുർസി എത്രയോ ചെറുതാ അർശിലേക്ക് വെക്കുമ്പോ ഭൂമിയിലെ സമുദ്രം പോലും മനുഷ്യൻ ഒറ്റ നിൽപ്പിൽ ഒറ്റ നോട്ടത്തിൽ കൺമുന്നിൽ പൂർണ്ണമായും കാണാൻ കഴിയാത്തവനാം.
ആ മനുഷ്യനോട് പറയാ, ഭൂമിയല്ല, ആകാശങ്ങളും ഭൂമിയും ഒരുമിച്ചൊരു പ്രതലത്തിൽ വെച്ചാലുള്ള വലിപ്പം. കേട്ടോളൂ. ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്സമാവാതു സബ്ഉ ഫിൽ കുർസിയ്യി ഇല്ലാ കദറാഹിമ സബ്അ ഉൽഖിയത് ഫീ തുറുസ്. ഒരു വലിയ തളികയുടെ മുകളിലേക്ക് 7 നാണയത്തുട്ടുകൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ താലം, ഒരു ബിരിയാണി ചെമ്പ് വലുത്, കല്യാണ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുന്ന വലിയ വാർപ്പ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിന്റെ അകത്ത് 5ന്റെ തൊട്ട് ഒരു 7 നിരത്തി വെച്ചാ എത്ര വലിപ്പം ഉണ്ടാവുക? ആ വാർപ്പിലേക്ക് നോക്കുമ്പോ ആ വാർപ്പ് കുർസി, ആ വാർപ്പിൽ നിരത്തി വെച്ച കോയിൻ അത് ആകാശം. അങ്ങനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് മഹാനായ അബൂ ജഅഫർ തിബ്രി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത്രയും വലിപ്പ കുർസിന്. ഈ കുർസി വെച്ചിരിക്കുന്നത്, അതായത് ഒരു കസേര എടുത്ത് ഈ സ്റ്റേജിലിട്ട് എങ്ങനെയാണോ, കസേരയാണല്ലോ കുർസി, സ്റ്റേജാണോ അർശ്. കസേരയുടെ പുറത്ത് ആകാശം വെച്ച് കഴിഞ്ഞാൽ വാർപ്പിന്റെ അകത്ത് നാണയം വെച്ച പോലെ സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കസേര എടുത്ത് സ്റ്റേജിലേക്ക് വെച്ചാലോ, അള്ളാഹുവിന്റെ അർശിന്റെ മുകളിലേക്ക് കുർസിയെ വെച്ച് കഴിഞ്ഞാൽ, قال أبو ذر سمعت رسول الله صلى الله عليه وسلم ما الكرسي في العرش إلا كحلقة من حديد ألقيت بين ظهري فلات من الأرض. വിജനമായ മരുഭൂമിയിൽ ഒരു നാണയം വെച്ച പോലെയാ കുർസിയെ കൊണ്ടുവന്ന് അർശിന്റെ മുകളിൽ വെക്കുമ്പോ, ഈ അർശും ഈ കുർസിയും പടക്കപ്പെട്ടത് മുഹറം 10 സയ്യിദുനാ റസൂലുള്ളാഹി. അത് പടച്ചത് മുഹറം 10. ചെറിയ കാര്യമൊന്നുമല്ല. എന്താ അർശ്? ഇത് സാധാ കുറെ വഴുതും ചരിത്രമൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ട്. നമ്മൾ വിശ്വസിക്കണ പോലെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്താ ഇതിനെപ്പറ്റി നമുക്കറിയാവുന്നത്? എന്താ അർശ്? ആ കുർസി എന്താ? അറിയില്ല. അതങ്ങനെ അള്ളാഹുവിന്റെ അർശ്. അള്ളാഹു. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താ അർശ്? അർശിന്റെ വലിപ്പം എന്താ? അല്ലാഹുവേ, അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ നേതാവാണ് സയ്യിദുനാ ഇസ്രാഫീൽ. അള്ളാഹു അനുഗ്രഹിച്ച ഒരു ദിവസം അത് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം 4 മലക്കുകൾ, 8 മലക്കുകളും വരും ചിലപ്പോൾ അർശ് ചുമക്കാൻ. അവരുടെ ഡ്യൂട്ടി ഇങ്ങനെ ചുമന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഭാര അർശിന്. ആ ഭാരം കുറയാൻ അള്ളാഹുവോട് എന്തെങ്കിലും എളുപ്പ വഴി ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ 5 ദിക്ർ ചൊല്ലുമ്പോ അർശിന്റെ ഭാരം മലക്കുകൾ അറിയൂല. ഖാല റസൂലുള്ളാഹി. ഈ തടി പിടിക്കണോടത്തില് അവർക്ക് വലിച്ചേറ്റാൻ നേരത്ത് എല്ലാ അഭ്യേ ഇങ്ങനൊക്കെ പറഞ്ഞു വിളിച്ച് അവരെന്തെങ്കിലുമൊക്കെ പാടും. അപ്പൊ എന്താ? അത് ഭാരം അറിയില്ല. അങ്ങനെയാണ്. ഭാരമറിയാതിരിക്കാൻ വേണ്ടി ഖന്തക്കിന്റെ കിടങ്ങ് കയറിയപ്പോ സ്വഹാബത്ത് പാടി, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടിയും പാടി. അങ്ങനെയാണ് അർശിന്റെ വലിപ്പം, അതിന്റെ ഭാരം മലക്കുകളെ വീർപ്പ് മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് ദിക്റാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ 5 ദിക്ർ ചൊല്ലുന്ന മലക്കുകൾക്ക് അർശിന്റെ ഭാരം അറിയൂല. ഖാല റസൂലുള്ളാഹി. ഭാരം തോന്നാതിരിക്കാനാ ജോലി സമയത്ത് ചിലര് പാട്ട് കേൾക്കാം. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു, പാട്ടുപാടി കൊടുത്തു.
നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖൈനാ അബദാ اللهم لا عيش إلا عيش الآخرة فانصر الأنصار والمهاجرة كما قال رسول الله صلى الله عليه وسلم. അല്ലാഹുവേ, എത്ര വലിയ കഠിനാധ്വാനത്തിനും റസൂലുള്ളാഹി വിളിച്ച ഞങ്ങൾ വരാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വഹാബി ഇങ്ങനെ പാടിയത്, അല്ലാഹുവേ, ജീവിതമെന്ന് പറഞ്ഞാൽ ദുനിയാവല്ലല്ലോ, ആഖിറമല്ലേ. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മഹാന്മാരായ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നിന്റെ സഹായം കൊടുക്കണേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹി ഭാരറിയാതിരിക്കാൻ വേണ്ടിട്ട്, ഭാരറിയാതിരിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലി, ഭാരറിയാതിരിക്കാൻ വേണ്ടി പാടിത്തരോ എന്ന് ചോദിക്കും. ദീർഘയാത്രയിൽ വിശപ്പ് കൂടുമ്പോൾ നിങ്ങളിൽ ആരാ ഒന്ന് വിശപ്പടക്കാനൊന്ന് പാടിത്തരാൻ? നബിയുനാ റസൂലുള്ളാഹി. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പാടി ഹബീബിന് അത് കേൾക്കാൻ ഇഷ്ടമായി. ഹബീബ് ഹസ്സാന് വേണ്ടി ദുആ ചെയ്തു. ഹസ്സാൻ നബിയെ കുറിച്ച് പാടുമ്പോഴൊക്കെ ജിബ്രീലിനെ കൊണ്ട് നീ ഊർജം പകരണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി. ഭാരമറിയാതിരിക്കാൻ മലക്ക് ദിക്ർ ചൊല്ലി. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചൊല്ലിയ സ്വർഗത്തിൽ ഒരു മരം നമ്മുടെ പേർക്ക് നട്ടുകഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. അല്ലാഹു അക്ബർ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ പ്രകീർത്തനം റബ്ബ് സന്തോഷിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മീസാൻ എന്ന തുലാസിലേക്ക് ഭാരം കൂടുതലുള്ള അമലായി പരിഗണിക്കും. ലാ ഹൗല ചൊല്ലിയാൽ ദാരിദ്ര്യം ഒഴിവാകും, സ്വർഗത്തിന്റെ നിധി എന്ന് പുണ്യനബി. അങ്ങനെ 5 ദിക്ർ മലക്കുകൾ ഇങ്ങനെ ചൊല്ല, അർശിന്റെ ഭാരം അറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഒരു സംഭവം പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ 7-ാം ആകാശത്തിലെ മലക്കുകളോട് ഒരിക്കൽ പറഞ്ഞു, റബ്ബിന്റെ അർശിനെ ഒന്ന് നീക്കിവെക്കാൻ. 7-ാം ആകാശത്തിലുള്ള സർവ്വ മലക്കുകളോടും പറഞ്ഞു. അല്ലാഹുവിന്റെ അർശിനെ ഒന്നനക്കാൻ വേണ്ടി റബ്ബ് ഏൽപ്പിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ മഹാന്മാരായ മലക്കുകൾ അർശിനെ ഒന്ന് തെറ്റിച്ചപ്പോൾ അതിന്റെ ഒരു തിളക്കം ഭൂമിയിലേക്ക് വന്നു. അർശിനെ ഒന്ന് തെറ്റിച്ചപ്പോ അങ്ങനെ ഉണ്ടല്ലോ, വലിയൊരു അലമാര പിടിച്ച് നീക്കാൻ നേരത്തെ പതുക്കൊന്ന് വിട്ടുമ്പോ കണ്ണാടിന്ന് ഒരു ലൈറ്റ്, ഒരു വെളിച്ചം, ഒരു റിഫ്ലക്സ്. മഹാന്മാരായ മലക്കുകൾ فلما بدا نور العرش انفرج الجبل من عظمة ربي. അർശിന്റെ തിളക്കം ഒരൽപ്പം ഭൂമിയിലേക്ക് വന്നപ്പോ ഭൂമിയിലെ പർവ്വതങ്ങൾ മുഴുവനും പൊടിഞ്ഞു പോയി. ورفعت الملائكة السماء ورفعت ملائكة السماوات جميعا. 7-ാം ആകാശത്തിലെ മലക്കുകളാൽ നടന്ന സംഭവത്തിൽ സർവാകാശങ്ങളിലെയും എല്ലാ മലക്കുകളും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അസ്വാതഹും യഖൂലൂൻ സുബ്ഹാനല്ലാഹിൽ ഖുദ്ദൂസ് റബ്ബിൽ ഇസ്സത്തി അബദൻ ലാ യമൂത്ത്. പടച്ചോനെ, നീ എത്ര വലിയ വലിപ്പമുള്ളവനാ, മഹാനാ. അല്ലാഹുവേ, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനല്ലേ അല്ലാഹ്. ഈ അർത്ഥമുള്ള വാക്കങ്ങ് പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹിൽ ഖുദ്ദൂസ് റബ്ബിൽ ഇസ്സത്തി അബദൻ ലാ യമൂത്ത്. സുബ്ഹാനല്ലാഹിൽ ഖുദ്ദൂസ് റബ്ബിൽ ഇസ്സത്തി അബദൻ ലാ യമൂത്ത്. ഇത്രയും വലിയ അർശിനെ പടച്ചത് മുഹറം 10-ലാ. ഇത്രയും വലിയ അർശിനെ അല്ലാഹു പടച്ചത് മുഹറം 10-ലാ. ചെറിയ കാര്യമല്ല. പുന്നാര നബിതങ്ങൾ പറഞ്ഞല്ലോ, ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു കൊല്ലത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ ദിവസത്തെ നോമ്പ് അത് മുഹറം 10-ന്റെ അന്നത്തെ നോമ്പാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഫസ്സൂമൂ
അതുകൊണ്ട് മുഹറം 10 പാഴാക്കല്ലേ, നിങ്ങൾ നോമ്പെടുക്കണേ. മുഹറം 10 കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ. അന്ന് ദേഷ്യപ്പെടല്ലേ, അന്ന് ചിരിയുണ്ടാവട്ടെ, അന്ന് നല്ല ഭക്ഷണം ഉണ്ടാവട്ടെ, അന്ന് നല്ല ആഹ്ലാദമുണ്ടാവട്ടെ. ആരെങ്കിലും മുഹറം 10 അന്ന് കുടുംബത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും മുഹറം 10 അന്ന് വഴക്ക് പിണക്കങ്ങൾ ഒഴിവാക്കി കുടുംബത്തിൽ ഐശ്വര്യത്തോടുകൂടെ കഴിഞ്ഞാൽ, ആരെങ്കിലും മുഹറം 10 അന്ന് കുടുംബത്തിന്റെ അകത്ത് വിശാലത ചെയ്താൽ, വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വരും കൊല്ലം മുഴുവനും ആ കുടുംബത്തിൽ ചിരിയാണ്, ആ വരും കൊല്ലം മുഴുവനും ആ കുടുംബത്തിൽ സന്തോഷമാ. ഖാല റസൂലുള്ളാഹി ഫസൂമൂ. അതുകൊണ്ട് അങ്ങനത്തെ നല്ല ദിവസമായത് കൊണ്ട് നിങ്ങൾ നോമ്പൊഴിവാക്കണ്ട. മുഹറം 10 നിങ്ങൾ നോമ്പെടുത്തോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒരുപാട് ദിക്ർ ചൊല്ലേണ്ട ദിവസമാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. ആ പകല് മുഴുവൻ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കേണ്ട ദിവസമാണ്. ഭൂമിയിലേക്ക് ആദ്യത്തെ റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടായത് മുഹറം 10 സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പാഴാക്കാനില്ല. ജീവിതത്തിൽ വിലപ്പെട്ടതാ മുഹറം 10. അല്ലാഹു ലൗഹും ഖലമും പടച്ചത് മുഹറം 10. ലൗഹും ഖലമും, ലൗഹുൽ മഹ്ഫൂദ് എന്ന് കേട്ടിട്ടില്ലേ? അത് പഠിച്ചത് മുഹറം 10. എല്ലാ ഇൽമും ലൗഹിലാ ഉള്ളത്. ലോകത്തുള്ള എല്ലാ ഇൽമും ലൗഹിലാ ഉള്ളത്. ഖുർആൻ ലൗഹിന്ന് 1-ാം ആകാശത്തേക്ക് ഇറക്കിയതാണ്. അവിടുന്ന് പിന്നീട് വഹ്യായി ഭൂമിയിലേക്ക് വന്നതാണ്. എല്ലാ ഇൽമും ലൗഹിലാ. ലൗഹിലുള്ള ഇൽമു മുഴുവനും അറിയാവുന്ന ആള് മുഹമ്മദ് റസൂൽ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലൗഹ് പടച്ചത് മുഹറം 10. ലൗഹിലാ എല്ലാ അറിവുമുള്ളത്. ലൗഹിന്റെ കൂടെ പറയാറുണ്ടല്ലോ കലം. കലം പടച്ചത്, കലം പേന. ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ഫടികം, എഴുതാനുള്ള എന്താ പറയാ, ശില, ഫലകം എന്നൊക്കെ പറയാം. അതിലേക്ക് എഴുതാനുള്ള പേന പടച്ചത്. പേന എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള പേനല്ല, അല്ലാഹുവിന്റെ കയ്യിലുള്ള, നമുക്കൊക്കെ ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത ആ ഒരു സങ്കല്പം എന്തോ ആ പേന. മുഹറം 10 അതുകൊണ്ട് ചെറിയ ഒരു നിസ്സാരമായ ലാഘവത്തിൽ ആ ദിവസത്തെ കാണല്ലേ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ആയുസ്സിൽ ഒരുപാട് മുഹറം 10 ജീവിതത്തിൽ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. മുഹറം 10 ലൗഹും ഖലമും പടച്ചത്. ഖലം എന്ന് പറഞ്ഞാൽ എന്താ? ഖലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ആദ്യം പടച്ച ഉപകരണമാണ് ഖലം. ആദ്യം പടച്ച ഉപകരണം ഖലം. ഖലം എന്ന് പറഞ്ഞാൽ പേന. ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആല അൽ ഖലം. മഹാനായ ഹബീബായ നബി തങ്ങൾ പറയുന്നു, മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സാമിത്ത് നബിയുടെ കൂടെ നടന്നപ്പോൾ കേട്ടുപഠിച്ച ഹദീസാ. തുർമുദി ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, ഉബാദത്ത് ബിൻ സാമിത്ത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കൂടെ നടന്ന ഉബാദ പഠിച്ചതാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് പഠിച്ചു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആല അൽ ഖലം. അല്ലാഹു ആദ്യം പടച്ചത് പേനയാണ്. പേനയോട് അല്ലാഹ് പറഞ്ഞു, കുത്തുബ്, നീ എഴുത് പേനെ. പേന അല്ലാഹുവോട് ചോദിച്ചു, മാ അക്തുബു യാ റബ്ബി, ഞാൻ എന്താണ് എഴുതേണ്ടത് അല്ലാഹ്? എഴുതി തുടങ്ങല്ലേ. ആദ്യത്തെ എഴുത്ത് ഇങ്ങനെ ആവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യം അതങ്ങട്ട് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ എഴുതാൻ പറഞ്ഞു.
പേന എഴുതാൻ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേനക്ക് പരിചയമുണ്ടത് എഴുതി. ആദ്യം പടച്ച ഉപകരണമല്ലേ. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി അതിന്റെ കൂടെ എഴുതണം. പേന എഴുതുന്നില്ല. പേന നേരെ സുജൂദിലേക്ക് വീണു. സുജൂദിൽ കിടന്നിട്ട് ചോദിക്കാ, മൻ യാ മൻ മുഹമ്മദ് യാ റബ്ബി, അല്ലാഹുവേ ആരാണ് ഈ മുഹമ്മദ്? ആ പേര് പറയാൻ വേണ്ടിയിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ആ പേന അല്ലാഹുവോട് ചോദിക്കുന്നത്. സുജൂദിൽ കിടക്കുന്ന പേനയോട് അല്ലാഹു പറഞ്ഞു, ആ പേര് പറയാൻ പേനെ നീ ഇനിയും അദബ് കാണിക്കണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിനേക്കാളും വലിയ അദബ് അല്ലാഹു മനുഷ്യന് പഠിപ്പിച്ചിട്ടില്ല. പേനയോട് പറഞ്ഞു ഇനിയും അദബ് കാണിക്കണം. പേന എഴുത്തു തുടങ്ങി. എന്താ എഴുതിയത്? ഉക്തുബുൽ ഖദറ, നിർണയിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് അല്ലാഹു കണക്കാക്കിയത് അത് എഴുതാൻ പറഞ്ഞു. മാ കാന വമാ ഹുവ കായിനുൻ ഇലൽ അബ്ദി, ഖിയാമത്ത് നാൾ വരെ ഇരുട്ടിന്റെ ഗഹനങ്ങളിൽ ഒരു ഉറുമ്പ് കാലെടുത്ത് വെക്കുന്നതും ഒരു പുഴു തിന്നുന്ന ആഹാരങ്ങളും എല്ലാം എഴുതണേ. സൃഷ്ടിക്കാവശ്യമുള്ളതൊക്കെ എഴുതണേ. പേന എഴുതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ പേനയെ പടച്ചത് മുഹറം 10 ഖലം എന്നതിന് പറയാം. ജിബ്രീലിനെ പടച്ചത് മുഹറം 10. ജിബ്രീലിന്റെ ജനനദിനമാണ് മുഹറം 10. ഇബ്രാഹിം നബിയുടേത്, ആദം നബിയുടേത്. ഒരഭിപ്രായത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതും എന്ന് പറഞ്ഞ സുഫിയാക്കളുണ്ട്. മുഹറം 10 റസൂലുള്ളാഹി ജനിച്ചേന്ന് പറഞ്ഞ സുഫിയാക്കളുണ്ട്. അതങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും കേട്ടോളൂ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചത് മുഹറം 10. ആരാ ജിബ്രീൽ? പറഞ്ഞു പോകും, അങ്ങനെ പറഞ്ഞു പോകും. അലൈഹിസ്സലാം വലിയ മഹാനല്ലേ. മനുഷ്യരുടെ രൂപത്തിൽ വരാറുണ്ട്. അധികം വന്നത് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സുന്ദരനായ സ്വഹാബിയുടെ രൂപത്തിലാണ്. ദിഹിയത്തുൽ കൽബി മദീനയിലൂടെയും മക്കയിലൂടെയൊക്കെ നടന്നു പോകുമ്പോ അറബി സഹോദരിമാര് വീടിന്റെ മുകളിൽ കയറി ഒളിഞ്ഞു നോക്കുമായിരുന്നു ദിഹിയ പോകുന്നത് കാണാൻ. അത്രയും സൗന്ദര്യമായിരുന്നു. ദിഹിയയുടെ കോലത്തിലാ മിക്കവാറും ജിബ്രീൽ വരാ മനുഷ്യരൂപത്തിലാ വരുന്നതെങ്കിൽ. ആ തലമുടി ചീകി വെച്ചത് കാണാൻ എന്ത് രസ. മഞ്ഞ് കണങ്ങൾ ഇലയുടെ തുമ്പിലിങ്ങനെ ഇറ്റി വീഴാൻ നിൽക്കുന്ന പോലെയുള്ള തിളക്കമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. തലമുടി ചീകി വെച്ചാൽ മനുഷ്യരൂപത്തിൽ വരുമ്പോ കാണാൻ ഭംഗി എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്ന് ആ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചു. വല്ലാത്ത ഭംഗി, വല്ലാത്ത വലിപ്പം. ജിബ്രീലിന്റെ യഥാർത്ഥ വലിപ്പം ഉൾക്കൊള്ളാൻ ഭൂമി തന്നെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. وَلَقَدْ رَآهُ نَزْلَةً أُخْرَى عِندَ سِدْرَةِ الْمُنْتَهَى عِندَهَا جَنَّةُ الْمَأْوَى إِذْ يَغْشَى السِّدْرَةَ مَا يَغْشَى مَا زَاغَ الْبَصَرُ وَمَا طَغَى. വല്ലാത്ത സൗന്ദര്യ ജിബ്രീലിന്, അതുപോലെ തന്നെ വല്ലാത്ത വലിപ്പമാ ജിബ്രീൽ അലൈഹിസ്സലാം. 2 പ്രാവശ്യമാ ജിബ്രീലിന്റെ പരിപൂർണ രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ജിബ്രീൽ വന്നിട്ടുള്ളത്. വഹയിന്റെ ആദ്യാരവങ്ങളുമായി ഗുഹയുടെ അകത്ത് വന്ന ജിബ്രീൽ യഥാർത്ഥ രൂപത്തിലാ വന്നത്. ജിബ്രീലിനൊന്ന് വിടരാൻ പോലും ഈ ഭൂമിയുടെ വലിപ്പം പോരാ. റഅയ്തു ജിബ്രീല ഇൻദ സിദ്റത്തിൽ മുൻതഹാ വലഹു 600 ജിനാഹ് ഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. ഞാൻ ജിബ്രീലിനെ സിദ്റത്തുൽ മുൻതഹയുടെ മുന്നിൽ വെച്ച് കണ്ടു. യഥാർത്ഥ രൂപത്തിൽ രണ്ടാമത് കണ്ടത് അവിടെ വെച്ചിട്ടാണ്, മിഅ്റാജിൽ. അറബികൾ തർക്കിച്ചു, ജിബ്രീലിനെ അങ്ങനെ പൂർണ്ണമായ രൂപത്തിൽ ആർക്കും കാണാൻ പറ്റൂല. അവർ പഠിച്ച ഐതിഹ്യങ്ങൾ നിരത്തിയിട്ട് മുത്തുനബിയോട് തർക്കിക്കാൻ വന്നു.
അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ നുഖറാ. എന്തിനാണ് ഖുറൈശികളെ നിങ്ങൾ മുത്തുനബിയോട് തർക്കിക്കുന്നത്? ജിബ്രീലിനെ 2 വട്ടം അവിടുന്ന് കണ്ടിട്ടുണ്ട് ഖുർആൻ. ഒന്നാമത്തെ വട്ടം അത് വഹിയിന്റെ ആദ്യ സന്ദർഭം, ആദ്യം വഹി വന്ന നേരം, ജിബ്രീൽ കൊണ്ടുവന്ന വഹി ആദ്യം ആസ്വദിച്ച ആ നേരം. രണ്ടാമത്തേത് സിദ്റത്തുൽ മുൻതഹയുടെ മുന്നിൽ വെച്ച് പരിശുദ്ധ മിഅ്റാജ് വസറൈതൽ ലൈല ലാ യസാലു ബഖീമാ ഫൗഖൽ ബുറാഖി മുസറജം മസ്മൂമാ തർഖി യുസായിറുകൽ അമീനു നദീമാ തഅലു ലിഹദറതി ഖുദ്സിഹി തഖദീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിൽ ജിബ്രീലിനെ കണ്ടു ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ മുന്നിൽ വെച്ച്. അന്നേരം ജിബ്രീലിനുണ്ട് വലഹു 600 ജിനാഹ്, 600 ചിറകുണ്ട്. യതനാസറു, ആ ചിറകിന്റെ അരികിൽ നിന്നും തെറിച്ച് വീണ പോലെ അദ്ദുറു വൽ യാഖൂത്ത്, പച്ചക്കോമേദങ്ങളും തീർപ്പൂച്യങ്ങളും പുഷ്യരാഗങ്ങളും പതിപ്പിച്ച ജിബ്രീലിന്റെ 600 ചിറകിന്റെ അരികെ കാണാൻ എത്ര ഭംഗിയാ. ഖാല റസൂലുള്ളാഹി, ആ ജിബ്രീലിനെ പടക്കപ്പെട്ടത്. പിന്നെയും പറഞ്ഞു ജിബ്രീലിന്റെ വലിപ്പം കേട്ടോ. അന്നഹു അലൈഹിസ്സലാം റആ ജിബ്രീല ലൈലത്തുൽ ഇസ്റാഇ വലഹു 600 ജിനാഹ് ബൈന കുല്ലി ജിനാഹൈനി കമാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു സൂറത്തു സ്സാഫാത്ത്. 600 ചിറകിൽ 2 ചിറകുകളുടെ ഇടയിലുള്ള അകലം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അത്തരം ഗ്യാപ്പുണ്ട്. ഇത് വിടർത്തി വീശി പോകണ്ടേ, പറക്കണ്ടേ. പ്രകാശ സൃഷ്ടി മൈക്രോ സെക്കൻഡ് വേഗതയിൽ വഹയുമായി വരണ്ടേ. ചോദ്യം ഉന്നയിക്കുമ്പോ മറുപടി പറയാൻ മഹാന്മാരായ നബിമാർക്ക് ഉത്തരം വേഗം കിട്ടാൻ, വഹയ് വേഗം വരണമെങ്കിൽ പ്രകാശ സൃഷ്ടി പ്രകാശ വേഗതയിൽ വരുമ്പോ 600 ചിറകിന്റെ അകമ്പടിയോടുകൂടെ വരുമ്പോ 3 × 10⁵ ആണ് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതിനേക്കാൾ വേഗത്തിൽ പ്രകാശ സൃഷ്ടിയായ ജിബ്രീൽ സഞ്ചരിച്ചേ പറ്റും. അതിന് 600 ചിറകും കൂടി കൊടുത്തു. ഈ എണ്ടുള്ള റൂഫത്തിൽ ഫാർത്തു താഹ വെളിപ്പെട്ട് എന്നും സിദ്റത്തുൽ മുൻതഹായിങ്കൽ ബൈത്തിട്ട് കണ്ടു. അഫ്ളദ് അജ്നാഹവർക്കറുന്നൂറുണ്ട്, കഫനേള് ഫൂവിയും മറൈഫാൻ ഫോതുമതിലുണ്ട്. ബിണ്ട് വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻരാവിലും നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടില്ലാതിയെ നല്ലവർ അതീഖ് മുൻകൊണ്ട ഈമാൻ ഫുതുക്കിയേ. ഹിജറ എന്ന കവിതാ സമാഹാരം മഹാനായ മോയിൻ കുട്ടി വൈദ്യരങ്ങനെ മനോഹരമായ ജിബ്രീലിനെ വർണ്ണിക്കാം. ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും അതിന്റെ അർത്ഥം പറയാം. 5-6 ഭാഷ തന്നെ ഉണ്ട് ആ കവിതകളിൽ. മഹാനായ മോയിൻ കുട്ടി വൈദ്യർ ജിബ്രീലിനെ വർണ്ണിച്ചതാണ്. എണ്ടുള്ള റൂഫത്തിൽ, യഥാർത്ഥ രൂപത്തിൽ. ഫാർത്തു, രാത്രിയിൽ താമസിച്ചു. ത്വാഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെട്ടു. അന്നേരം കാണാൻ കഴിഞ്ഞു. എന്നും സിദ്റത്തുൽ മുൻതഹായിങ്കൽ ബൈത്തിട്ടു. ഒരു രാത്രിയായി സംഭവം നടന്നത് സിദ്റത്തുൽ മുൻതഹയുടെ മുറ്റത്ത് വെച്ച കണ്ടു. അഫ്ളദ് അജ്നാഹ്, അവർക്ക് 600 ചിറകോടെ അവരെ മുത്തുനബി കണ്ടു. കഫനേള് ഫൂവിയും റൈഫാൻ ഫോതുമതിലുണ്ട്. ഒരു ചിറക് വിടർത്തിയാൽ തന്നെ 7 വട്ടം ഭൂമിയെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റും. അത്രയും വലിപ്പം ഒരു ചിറകിനുണ്ട്. ഈ ജിബ്രീലിനെ അള്ളാഹു പടച്ചത് മുഹറം 10.
ഈ ജിബ്രീലിനെ അള്ളാഹു പടച്ചത് മുഹറം 10 ജിബ്രീലിന്റെ തസവുഫ് കേട്ടോ. റസൂലുള്ളാഹിയുടെ മുന്നിൽ വരുമ്പോ മുഖത്ത് നോക്കാറുണ്ട്. ജിബ്രീലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോ 2 കറുത്ത ചാല് കവിളിൽ കാണാം. കണ്ണുനീരൊലിച്ചിറങ്ങിയ 2 ചാല് കാണാം. ചോദിച്ചു, ജിബ്രീൽ ലം തഅതിനി ഇല്ലാ വഅൻത സാറും ബൈന ഐനൈക്. എന്താ ജിബ്രീലെ കവിളിൽ 2 കറുത്ത നീണ്ട വര കാണുന്നത്? നബിയേ, ഇന്നി ലമദ്ഹക് മുൻദു ഖുലിഖത്തിന്നാർ. നരകം പടച്ച അന്ന് മുതൽ ഞാൻ ചിരിച്ചിട്ടില്ല, കരയന്നെ. ആ കണ്ണീരിന്റെ അടയാളാക്കണ്ട 2 വര കവിളിൽ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറഞ്ഞു. ഇങ്ങനെയുള്ള മഹാനെ അള്ളാഹു പടച്ചത് മുഹറം 10. പെട്ടെന്ന് ദുആക്ക് ഉത്തരമുള്ള ദിവസമാ മുഹറം 10. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലിക്കോളൂ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത് ചൊല്ലിയത് മുഹറം 10 മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്ത ദിവസം നമ്മൾ സംസാരിക്കാനുണ്ട്. അന്നേരം ആ സംഭവത്തെ കുറിച്ച് വിശാലമായിട്ട് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.